ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയോഡലൈറ്റ് സർവേയിൽ നിന്നും കഴിഞ്ഞ എക്സാമുകൾക്ക് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ KW എക്സാമിനും അതുപോലെ തന്നെ ട്രൈസർ എക്സാംസിനും എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ദ വെർണിയേഴ്സ് ഹാവ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ്. ഒരു ട്രാൻസിറ്റ് തിയോഡലൈറ്റിലെ വെർണിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് സർവേയിൽ പഠിക്കുന്നതാണല്ലേ, എന്താണ് വെർണിയർ സ്കെയിലിന്റെ കേസ്. അതായത് നമുക്ക് കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വെർണിയർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇതേ വെർണിയർ സ്കെയിലിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, സർവേയിങ് ഇൻസ്ട്രുമെന്റ് ആണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. തിയോഡലൈറ്റിൽ തന്നെ എന്താണ് മെയിൻ സ്കെയിലും ഉണ്ട്, അതുപോലെ തന്നെ വെർണിയർ സ്കെയിലും ഉണ്ട്. ഓക്കെ, രണ്ട് സ്കെയിൽസ് ഉണ്ടാവും. അതിൽ തന്നെ ട്രാൻസിറ്റ് തിയോഡലൈറ്റിലെ വെർണിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിയോഡലൈറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ആംഗിൾസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആംഗിൾസ് നമ്മൾ ഡിഗ്രി, മിനിറ്റ്സ്, സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ തന്നെ സെക്കൻഡ്സ് തന്നെയാണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത് അല്ലേ. അപ്പൊ എത്രയാണ്? 20 സെക്കൻഡ്സ് ആണ് എന്ത് ട്രാൻസിറ്റ് തിയോഡലൈറ്റിന്റെ ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്? ട്രാൻസിറ്റ് തിയോഡലൈറ്റും ഉണ്ട്, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ഇതാണ് രണ്ട് ഫിഗറുകൾ. സോ ഇത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണ്. എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ഇവിടുത്തെ ടെലസ്കോപ്പ്, ഈ ഒരു പോർഷൻ ആണ് ടെലസ്കോപ്പ് ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ എന്താണ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുന്നു. എന്ന് വെച്ചാൽ നോൺ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി അല്ല, ജസ്റ്റ് ഇതിനെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന കേസ് അല്ല ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ ഒരു ടെലസ്കോപ്പിനെ നമുക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക്, അതായത് 180 ഡിഗ്രി എന്താണ് ഇങ്ങനെ കറക്കുക അല്ലെ, അതിനെയാണ് ട്രാൻസിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസിറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, പോസിബിൾ അല്ല ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. പറ്റാത്തതിനെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ദ ഒബ്സർവ്ഡ് റീഡിംഗ് ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ABC ആഫ്റ്റർ 3 repetition is 158 degree 03 minute. കമ്പ്യൂട്ട് ദി ഇൻക്ലൂഡ് ആംഗിൾ ABC. അപ്പോൾ എന്താണ് 158 ഡിഗ്രി 03 സെക്കൻഡ് ആണ് നമുക്ക് എന്താണ് 3 റെപ്പറ്റീഷനിലൂടെ, അതായത് നമുക്ക് തിയോഡലൈറ്റിൽ നിന്നും എന്താണ് കിട്ടിയ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് എന്ന് പറയുന്നത് ABC. അതായത് ABC എന്ന് പറയുന്ന ഒരു ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് കിട്ടി. ഇതാണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 3 ടൈംസ് എന്ത് ചെയ്തു? മെഷർ ചെയ്തപ്പോൾ നമ്മുടെ തിയോഡലൈറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് റീഡിംഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിലേക്കാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എത്രയായിരിക്കും ആംഗിള്? നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെർണിയറിലെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വെർണിയർ സ്കെയിലിലെ റീഡിങ് 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ്സ് ആയിരിക്കും അല്ലെ, 0 സെക്കൻഡ്സ്. ദെൻ നമ്മൾ തിയോഡലൈറ്റിനെ ചെരിച്ച് മീൻസ് അതിന്റെ സ്ക്രൂ ലൂസ് ചെയ്ത്, അപ്പർ സ്ക്രൂ ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് അടുത്ത പോയിന്റ്, അതായത് B എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് ചരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ A. ഇവിടെ ഇതിപ്പോ O സ്റ്റേഷനിലാണ് നമ്മുടെ തിയോഡലൈറ്റ് ഇരിക്കുന്നെങ്കിൽ AOB ആണ് കിട്ടുന്നത് അല്ലെ. നെക്സ്റ്റ് സിയിലേക്ക് നോക്കി. ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങോട്ടേക്ക് നോക്കി, അപ്പൊ നമുക്ക് എന്തോ കിട്ടുന്നത്? ഈ ആംഗിൾ അല്ല നമുക്ക് കിട്ടുന്നത്, മൊത്തം അതായത് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെയുള്ള ടോട്ടൽ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ തിയോഡലൈറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നമ്മൾ എവിടെ നിന്നും തുടങ്ങുന്നു അവിടെ മുതൽ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് ടെലസ്കോപ്പ്, അവിടെ ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരൊറ്റ ഇൻക്ലൂഡ് ആംഗിൾ മാത്രമേ നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ഒരു ആംഗിൾ മാത്രം മെഷർ ചെയ്തു. എത്ര വട്ടം മെഷർ ചെയ്തു? അടുപ്പിച്ചടുപ്പിച്ച് 3 തവണ നമ്മൾ മെഷർ ചെയ്തു. അപ്പൊ 3 തവണ മെഷർ ചെയ്യുമ്പോൾ എന്താണ്? വീണ്ടും 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 മെഷർ ചെയ്യുമ്പോൾ എന്താണ്? ആംഗിൾസ് ആഡ് ആയിക്കൊണ്ടിരിക്കുവാണ് അല്ലെ. സോ ടോട്ടൽ ആംഗിൾ ആണ് നമുക്ക് 150 ഡിഗ്രി 03 മിനിറ്റ് കിട്ടിയത്. ടോട്ടൽ ആംഗിൾ എത്ര തവണ? 3 പ്രാവശ്യം ചെയ്യുന്നതിന് ശേഷമുള്ളത്. ഓക്കെ, അപ്പം ആ ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടാം? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതെന്ന് വെച്ചാൽ ആവറേജ് എടുത്താൽ മതി അല്ലെ. അതായത് എന്താണ്? ടേക്കിംഗ് ദി ആവറേജ് ഓഫ് ഇൻക്ലൂഡ് ആംഗിൾ 158 ഡിഗ്രി 03 മിനിറ്റ്. അതായത് ഒരു ആംഗിൾ തന്നെ നമ്മൾ 1 പിന്നെ കൊണ്ടുവന്നിട്ട് 2 3 ഈ ഒരു രീതിയിൽ നമ്മൾ 3 വട്ടം ഒരേ ആംഗിൾ തന്നെ മെഷർ ചെയ്യും. അപ്പൊ എന്താണ് 3 ടൈംസ്, അതായത് 3 വട്ടം ആഡ് ചെയ്താണ് ആംഗിൾ കിട്ടുന്നത്. സോ അതിന്റെ ആവറേജ് എടുക്കുന്നത് നമുക്ക് കിട്ടും 52 ഡിഗ്രി 41 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are correct about Trunnion axis of a theodolite? ഒരു തിയോഡലൈറ്റിന്റെ Trunnion axis
ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എന്താണ് ആദ്യമേ ട്രെൻഡിയൻ ആക്സിസ് എന്ന് നോക്കാം. എന്താണ് ട്രെൻഡിയൻ ആക്സിസ്? അതായത് ഒരു തിയോഡലൈറ്റ് സർവേയിൽ ഇപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ലെവലിംഗ് പഠിച്ചതിന് ശേഷം തിയോഡലൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ട്രെൻഡിയൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് നമ്മൾ ലെവലിംഗിൽ പറയത്തില്ല. ഓക്കെ, ലെവലിംഗിന് 4 ഫണ്ടമെന്റൽ ആക്സിസുകളെ ഉള്ളൂ. അതിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, പക്ഷെ ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ ഒരിക്കലും ലെവലിംഗിന്റെ കേസിൽ പറയത്തില്ല. ലെവലിംഗിന്റെ കേസിൽ എത്ര ആക്സിസുകൾ ഉണ്ട്? 4 ഫണ്ടമെന്റൽ ആക്സിസ്. അതേസമയം തിയോഡലൈറ്റ് സർവേയിൽ 6 ഫണ്ടമെന്റൽ ആക്സിസുകളാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഒരെണ്ണം അഡീഷണൽ ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ട്രെൻഡിയൻ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡിയൻ ആക്സിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പൊ എന്താണ് അതിനെ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ദി ടെലസ്കോപ്പ് റൊട്ടേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ദി ലോവർ പ്ലേറ്റ് റൊട്ടേറ്റ്സ്. ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് വെർട്ടിക്കൽ സർക്കിൾ റൊട്ടേറ്റ്സ്. ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് അപ്പർ പ്ലേറ്റ് റൊട്ടേറ്റ്സ്. അപ്പൊ എന്താണ്? എന്തായാലും ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്? നമുക്കറിയാം താഴെ ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ട്. ഓക്കെ, ഇതുപോലെ അത് 2 പ്ലേറ്റ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ മുകളിലത്താണ് അപ്പർ പ്ലേറ്റ്, താഴത്താണ് ലോവർ പ്ലേറ്റ്. അപ്പൊ ഇത് രണ്ടും ഈ ഒരു വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് നമ്മുടെ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ് അല്ലേ? ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. പിന്നെ ഏതാ വരുന്നത്? ഒന്ന്, ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ടെലസ്കോപ്പ് റൊട്ടേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. നമുക്കൊരു ഫിഗർ നോക്കാം. ഇത് നോക്കാം. ഇതിപ്പോ നമ്മൾ ആക്സസുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കി, ഇതാണ് നമ്മുടെ ടെലസ്കോപ്പ്. ഈ നീളത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഐ പീസിനെയും ഒബ്ജക്റ്റീവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ടെലസ്കോപ്പ് ഇരിക്കുന്ന ഏത് ആക്സിസിലാണ്? ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെ? 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകൾ ഉണ്ട്. അതിലൊന്ന് ഹൊറിസോണ്ടൽ ആക്സിസും ഒന്ന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെർട്ടിക്കൽ ആക്സിസ് ആണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് അതിന് വീണ്ടും ആ 2 ആക്സിസുകൾക്കും വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ എന്തിരിക്കുന്നത്? ടെലസ്കോപ്പ് നീളത്തിൽ ഇരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ മുകളിലേക്ക് വെർട്ടിക്കൽ ആക്സിസ്, പിന്നെന്താണ് ഇങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെയാണ് ടെലസ്കോപ്പ് വെച്ചേക്കുന്നത്. ഇങ്ങനെ. ഓക്കെ, അതായത് ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ടെലസ്കോപ്പ് വെച്ചേക്കുന്നത്. 3 പരസ്പരം, അതായത് ആക്സിസ് ഓഫ് ദി ടെലസ്കോപ്പ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ആക്സിസിനും ഹൊറിസോണ്ടൽ ആക്സിസിനും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ആക്സിസ് ഓഫ് ദി ടെലസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടെലസ്കോപ്പിന്റെ ആക്സിസ്, അതാണ് ഈ ആക്സിസ്. ലൈൻ ഓഫ് കോളിമേഷൻ അത് സെയിം അല്ലെ? സെയിം അല്ല, സെയിം ലൈനിലൂടെ കടന്നു പോകുന്നു. ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ തന്നെ അല്ലെ? അപ്പൊ ഈ ആക്സിസുകളെല്ലാം തന്നെ വെർട്ടിക്കൽ ആക്സിസിനും ഹൊറിസോണ്ടൽ ആക്സിസിനും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മുടെ എന്താണ്? ടെലസ്കോപ്പ് എന്താണ്? ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ടെലസ്കോപ്പ് റൊട്ടേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഈ ഒരു രീതിയിൽ. നേരത്തെ ട്രാൻസിറ്റ് പറഞ്ഞില്ലേ? അതുപോലെ. അത് ഏതിന് അബൌട്ട് ആയിട്ടാണ്? ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രെൻഡിയൻ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത നോക്കുക. ഇറ്റ് ഈസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് വെർട്ടിക്കൽ സർക്കിൾ റൊട്ടേറ്റ്. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ റൊട്ടേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ ഗ്രാജുവേഷൻസ് ചേഞ്ച് ആവുള്ളൂ അല്ലെ? വെർട്ടിക്കൽ ആംഗിളിന്റെ റീഡിങ് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ട ഈ ഒരു റീഡിങ്. അപ്പൊ എന്താണ്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതും ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് അല്ലെ? അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? 1 and 3 ഉള്ളു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When the vertical circle of a theodolite is on the right side of the observer, the position is. അതായത് ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ തിയോഡലൈറ്റിലെ വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പൊസിഷനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഞാൻ 2 ഫിഗർ കാണിച്ചു തരാം. നോക്കുക. ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഇരിപ്പുണ്ട് അല്ലെ? ഇത് നമ്മുടെ ടെലസ്കോപ്പ് ആണ്. വെർട്ടിക്കൽ സർക്കിൾ ഇപ്പൊ ഞാൻ സൈഡ് വ്യൂ ആണ് നോക്കിയിരുന്നത്. അപ്പം ഇവിടെ ഒരാൾ നിന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് നോക്കുവാണ് ടെലസ്കോപ്പ് വഴി. അപ്പൊ അയാൾ എവിടെയാണ് നിൽക്കുന്നത്? വെർട്ടിക്കൽ സർക്കിള് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ? അപ്പം ടെലസ്കോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ ആക്സിസ് എന്നുണ്ടെങ്കിൽ, ടെലസ്കോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ എന്നുണ്ടെങ്കിൽ ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഫേസ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദി ഒബ്സർവർ. അടുത്ത് നോക്കിയേ, ഇതിപ്പോ നമ്മൾ നേരെ നോക്കുമ്പോൾ സൈഡ് വ്യൂ ആണ്. നേരെ നോക്കുക കാണുന്ന ആദ്യമേ ടെലസ്കോപ്പ് അതിന്റെ ബാക്കിലായിട്ട് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ? അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ, അതായത് ഒബ്സർവറിന് ഇവിടെയും വന്ന് ഇങ്ങോട്ട് നോക്കിക്കൂടെ എന്ന് വിചാരിക്കരുത്. ഒബ്സർവർ നോക്കുന്ന ഏതിലൂടെയാണ്? ഇതാണ് ഐ പീസ്. ഐ പീസിലൂടെയാണ്. ഐ പീസ് എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഒബ്സർവർ നിൽക്കുന്നത്. സോ ഒബ്സർവർ എങ്ങോട്ടേക്ക് നോക്കുന്നു? ഇങ്ങോട്ടേക്ക് നോക്കുന്നു. സോ ഈ ഒരു ടെലസ്കോപ്പിന്റെ അപ്പുറത്തെ സൈഡിൽ, ബാക്ക് സൈഡിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത്. പക്ഷെ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിൽ. സോ ഫേസ് റൈറ്റ് ആണ്. അതായത് ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഫേസ് റൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഫേസ് റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൈസ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ.
ഒരു തിയോഡലൈറ്റിന്റെ സൈസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്? എന്ത് വെച്ചിട്ടാണ്? അതായത് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. സൈസ് ഓഫ് ദി തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ബൈ ദി ഡയമീറ്റർ ഓഫ് ദി, ശരിക്കും നിങ്ങൾ പല രീതിയിൽ ഓപ്ഷൻസ് വരാം. ഡയമീറ്റർ ഓഫ് ദി ലോവർ പ്ലേറ്റ് എന്ന് വരാം, ഡയമീറ്റർ ഓഫ് ദി ഗ്രാജുവേറ്റഡ് സർക്കിൾ ഓൺ ദി ലോവർ പ്ലേറ്റ് എന്ന് വരാം. കാരണം ലോവർ പ്ലേറ്റും ഉണ്ട് അപ്പർ പ്ലേറ്റും ഉണ്ട്, രണ്ടിലും ഗ്രാജുവേറ്റഡ് സർക്കിൾ ഉണ്ട്, മീൻസ് ഗ്രാജുവേഷൻസ് ഉണ്ടല്ലേ. അപ്പൊ അതിൽ ലോവർ സർക്കിളിലെ അല്ലെങ്കിൽ ലോവർ പ്ലേറ്റിലുള്ള ഗ്രാജുവേഷൻ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ തിയോഡലൈറ്റിന്റെ ഒരു ലെക്ചർ വീഡിയോ നമ്മൾ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഫോർ എക്സാമ്പിൾ, a 25 centimeter theodolite means the diameter of the lower granular circle is 25 centimeter. അതായത് നമ്മൾ എപ്പോഴും ഒരു തിയോഡലൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്റർ കൊണ്ടിട്ടാണ്. അതായത് a 25 centimeter theodolite എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ 25 centimeter theodolite എന്ന് പറയുവാണ്. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? തിയോഡലൈറ്റിന്റെ ലോവർ ഗ്രാജുവേറ്റഡ് സർക്കിൾ അല്ലെങ്കിൽ ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്റർ 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള സൈസസ് 8 to 12 സെന്റിമീറ്ററും 14 to 25 സെന്റിമീറ്ററും ആണ്. ഈ വലിയ സൈസ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും ട്രയാങ്കുലേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിലായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഡയമീറ്റർ ഓഫ് ദി ലോവർ പ്ലേറ്റ് ആണെന്ന് പറയുന്നത് സൈസ് ഓഫ് ദി തിയോഡലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് യൂസിങ് തിയോഡലൈറ്റ് പ്രൈമറിലി? എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു മെഷർ ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദി വെർട്ടിക്കൽ സർക്കിൾ is a circular guided arc attached to the dash axis of the telescope. ടെലസ്കോപ്പിന്റെ ഏത് ആക്സിസിനാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഏതാണ്? നമ്മൾ ഓൾറെഡി കണ്ടല്ലേ ഫിഗർ. അപ്പൊ ഇത് വേറൊരു ഫിഗർ ആണ്. അതായത് ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെ പോകുന്നു, നീളത്തിൽ താഴോട്ട് പോകുന്നു. അതിനെന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ ട്രണ്യൻ ആക്സിസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും നമ്മൾ ടെലസ്കോപ്പ് വെക്കുന്നത് അല്ലേ. അപ്പൊ ടെലസ്കോപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? വെർട്ടിക്കൽ സർക്കിൾ ആണ് വേണ്ടത്. വെർട്ടിക്കൽ സർക്കിൾ എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ് അല്ലേ. വെർട്ടിക്കൽ സർക്കിൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ ടെലസ്കോപ്പിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിൾ വെക്കുന്നത്. അപ്പൊ അത് ഏത് ആക്സിസിലാണ് വെച്ചേക്കുന്നത്? അറ്റാച്ച് ടു ദി അല്ലെ ട്രണ്യൻ ആക്സിസിലാണ്. അത് നമ്മുടെ ടെലസ്കോപ്പും ആക്ച്വലി ട്രണ്യൻ ആക്സിസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ട്രണ്യൻ ആക്സിസിൽ. ഈ ആക്സിസ് ആണ് കറക്റ്റ് സെന്ററിലൂടെ പാസ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ട്രണ്യൻ ആക്സിസിലാണ് ടെലസ്കോപ്പ് ഇരിക്കുന്ന, സോറി വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മറ്റേ ഫിഗർ കാണിച്ചു തരാം. ഈ ഒരു ഫിഗറിൽ നോക്കുക, ഈ ഒരു ആക്സിസ് ഓക്കെ ട്രണ്യൻ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സോ ഇതിന്റെ ആക്സിസ് തരും ട്രണ്യൻ ആക്സിസ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ തിയോഡലൈറ്റ് ദി ലൈൻ ഓഫ് കോളിമേഷൻ. ലൈൻ ഓഫ് കോളിമേഷന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, എന്താണ് ലൈൻ ഓഫ് കോളിമേഷൻ? ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഇൻ എ തിയോഡലൈറ്റ് ദി ലൈൻ ഓഫ് കോളിമേഷൻ ഇസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി പ്ലേറ്റ്, പാരലൽ ടു ദി വെർട്ടിക്കൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ടു ദി ട്രണ്യൻ ആക്സിസ്, പാരലൽ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഏതാണ് ആൻസർ വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോ കുറെ ടൈംസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെർപെൻഡിക്കുലർ ടു ദി ട്രണ്യൻ ആക്സിസ് അല്ലെ. ട്രണ്യൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലൽ എന്നാണ് കൊടുത്തേക്കുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിനെ തന്നെയാണ് നമ്മൾ ട്രണ്യൻ ആക്സിസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇത് പാരലൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. അടുത്ത പാരലൽ ടു ദി വെർട്ടിക്കൽ ആക്സിസ് ആണോ? അല്ല. ലൈൻ ഓഫ് കോളിമേഷൻ പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ് ആണ്. അപ്പൊ ഇതും അല്ല. അടുത്ത എന്താണ്? പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി പ്ലേറ്റ് ലെവൽ ആണോ? അല്ല അല്ലെ. പ്ലേറ്റ് ലെവലിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നതാണ് പെർപെൻഡിക്കുലർ ടു ദി ട്രണ്യൻ ആക്സിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി സെന്റർ ഓഫ് ദി ഐപീസ് ആൻഡ് ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഗ്ലാസ് ഇൻ എ തിയോഡലൈറ്റ്? എന്താണ് ഇമാജിനറി ലൈൻ ജോയിനിങ് ദി സെന്റർ ഓഫ് ദി ഐപീസിന്റെ സെന്ററും ഇതെന്താണ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഗ്ലാസ് ഇവിടെയാണ്. ഒബ്ജക്റ്റീവ് ഗ്ലാസിന്റെ സെന്റർ നമ്മളുള്ള ഈ ഒരു ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ദി ടെലസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർ അറ്റ് എ ഡയഫ്രം ആൻഡ് ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ആക്ച്വലി തിയോഡലൈറ്റിൽ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ, ആക്സിസ് ഓഫ് ദി ടെലസ്കോപ്പ്, ലൈൻ ഓഫ് സൈറ്റ് ഇതൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഇമാജിനറി ലൈൻ ജോയിനിങ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ക്രോസ് ഹെയർ? ക്രോസ് ഹെയറിന്റെ അതായത് ഐപീസിന്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഡയഫ്രത്തിലുള്ള ക്രോസ് ഹെയറിന്റെ ഇന്റർസെക്ഷൻ പോയിന്റും അതുപോലെ തന്നെ എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഗ്ലാസിന്റെ ഒപ്റ്റിക്കൽ സെന്റർ തമ്മിലുള്ള ജോയിൻ ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടെ വരെയാണ് ഈ ഒരു ലൈൻ. അത് മാത്രമല്ല എന്താണ് ഇവിടെയാണ് നമ്മൾ സ്റ്റാഫ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ
ഒബ്ജക്റ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എന്താണ് ലൈൻ ഓഫ് സൈറ്റ് അപ് ടു ദി സ്റ്റാഫ്. ലൈൻ ഓഫ് സൈറ്റ് ആണെങ്കിൽ അപ് ടു ദി സ്റ്റാഫ് ആണ്. ബിയോണ്ട് സ്റ്റാഫ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ എടുത്ത് പറയുവാണെങ്കിൽ അത് ലൈൻ ഓഫ് കോളിമേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണത് ലൈൻ ഓഫ് സൈറ്റ് ആണ് അപ് ടു ദി സ്റ്റാഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഫോർ മെഷറിംഗ് ട്രാവേഴ്സ് ആംഗിൾ. ട്രാവേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ആണ് റെപ്പറ്റീഷൻ മെത്തേഡ് ആണ് അല്ലേ. രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ റെപ്പറ്റീഷൻ മെത്തേഡ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. ടേണിംഗ് ദി ടെലസ്കോപ്പ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് അല്ലേ. അപ്പം നമ്മുടെ ഒരു ടെലസ്കോപ്പ് അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കറക്കുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുക, ഇങ്ങോട്ടേക്ക്. ഓക്കെ, ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ടേണിംഗ് ദി ടെലസ്കോപ്പ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താണ്, സ്വിംഗിങ്. ഓക്കെ, സ്വിംഗിങ് എന്നാണ് വിളിക്കുന്നത്. അതായത് നോക്കുക, ഇവിടെ ഞാൻ ട്രാൻസിറ്റിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് അല്ലെ. ഒരു തിയോഡലൈറ്റിനെ ടെലസ്കോപ്പിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെ. ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റിങ്. അതേസമയം മൊത്തത്തിൽ നമ്മൾ തിരിക്കുവാണ്, ഓക്കെ, മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ തിരിക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വിംഗിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. In plate level test of theodolite, vertical axis is made truly vertical by manipulating. Vertical axis ne truly vertical ആക്കണം. ഓക്കെ, അത് നമ്മൾ എന്ത് സ്ക്രൂ ആണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ സ്ക്രൂസിന്റെ കേസേ പറയുന്നുള്ളൂ. ക്യാപ്സ്റ്റൺ സ്ക്രൂ, വിങ് നട്ട്സ്, ഫുഡ് സ്ക്രൂ, ഷിഫ്റ്റിംഗ് സെന്റർ അലൈൻമെന്റ്. ഓക്കെ, അപ്പൊ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ആണ്. പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ പ്ലേറ്റ് ലെവലിലെ ബബിളിനെ സെന്ററിലേക്ക് കൊണ്ടുവരിക. സെന്ററിലേക്ക് കൊണ്ടുവരുന്ന നമ്മൾ എന്ത് സ്ക്രൂസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫോർ സ്ക്രൂസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പയർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് തിയോഡലൈറ്റ് ഫോർ അഡ്ജസ്റ്റിംഗ് ദി. എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ സ്പയർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷം 2023 തന്നെ പല പരീക്ഷകൾക്കും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം ഓരോ ടെസ്റ്റുകൾ. ഒന്ന് പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ടു മേക്ക് ദി പ്ലേറ്റ് ബബിൾസ് സെൻട്രൽ വെൻ ദി വെർട്ടിക്കൽ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ് ഈസ് ട്രൂലി വെർട്ടിക്കൽ. അതായത് വെർട്ടിക്കൽ ആക്സിസിനെ ട്രൂലി വെർട്ടിക്കൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ സ്ക്രൂസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ബബിൾ സെന്ററിലേക്ക് വരുന്നു. ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലേറ്റ് ലെവൽ ടെസ്റ്റ്. അടുത്താണ് ക്രോസ് ഹെയർ റിംഗ് ടെസ്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് ദി വെർട്ടിക്കൽ ക്രോസ് ഹെയർ പെർപെൻഡിക്കുലർ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിന് വെർട്ടിക്കൽ ക്രോസ് ഹെയറിന് എന്താണ്? പെർപെൻഡിക്കുലർ ആക്കുക. അതാണ് ക്രോസ് ഹെയർ റിംഗ് ടെസ്റ്റ്. പിന്നെ അടുത്തത് കോളിമേഷൻ ടെസ്റ്റ് ആണ്. എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസിന്, അതായത് മേക്ക് ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. എപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആകുന്നു അപ്പൊ തൊട്ട് നമുക്ക് റീഡിംഗ് എടുത്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്പയർ ടെസ്റ്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, ആക്ച്വലി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് വെച്ചാൽ എങ്ങനെ ഹൊറിസോണ്ടൽ ആക്സിസിനെയും വെർട്ടിക്കൽ ആക്സിസിനെയും പരസ്പരം പെർപെൻഡിക്കുലർ ആക്കുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്പയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. സിംപ്ലി അതിനെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റ്. ടു മേക്ക് ദി ടെലസ്കോപ്പ് ബബിൾ സെൻട്രൽ when the line of sight is horizontal. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ടെലസ്കോപ്പിലെ ബബിളിനെ നമ്മൾ എന്താക്കും? സെന്ററിലാക്കുന്നു. അതായത് ടെലസ്കോപ്പിലെ ബബിൾ എന്ന് വെച്ചാൽ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ആണ് അല്ലെ. ആ ഓൾട്ടിറ്റ്യൂഡ് ബബിളിനെ നമ്മൾ എന്താക്കുന്നു? സെന്ററിലാക്കുന്നു. അതാണ് ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റ്. അടുത്തത് വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റ് ആണ്. ടു മേക്ക് ദി വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ ആർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ആർക്ക് അല്ലെ. ആർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. സോ വെർട്ടിക്കൽ സർക്കിൾ ആണെന്ന് തന്നെ ഓർക്കുക. വെർട്ടിക്കൽ സർക്കിൾ ഇൻഡിക്കേഷൻ 0 ആക്കുക. ലൈൻ ഓഫ് സൈറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. അതായത് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെയാണ്. നമ്മുടെ ടെലസ്കോപ്പ് കറക്റ്റ് നേരെ ആകുന്ന സമയത്ത് വെർട്ടിക്കൽ സർക്കിളിൽ 0 ആയിരിക്കും. ടെലസ്കോപ്പ് മുകളിലേക്കോ താഴത്തേക്കോ നീക്കുന്ന അനുസരിച്ചിട്ട് വെർട്ടിക്കൽ സർക്കിളിലെ റീഡിങ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കോളേജിലൊക്കെ പഠിച്ച സമയത്തൊക്കെ നമ്മൾ റീഡിങ്സ് എടുക്കാറുള്ളത്. വെർട്ടിക്കൽ സർക്കിളില് 2 വെർനിയർ ഉണ്ട്, വെർനിയർ സിയും വെർനിയർ ഡിയും അല്ലെ. വെർനിയർ സിയും വെർനിയർ ഡിയും നമ്മൾ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സ്പയർ ടെസ്റ്റിന്റെ കേസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പരസ്പരം പെർപെൻഡിക്കുലർ ആക്കുന്ന ടെസ്റ്റ് ആണ് സ്പയർ ടെസ്റ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എറർ ഈസ് എലിമിനേറ്റഡ് ബൈ റീഡിംഗ് ബോത്ത് ദ വെർനിയേഴ്സ് ഇൻ എ തിയോഡലൈറ്റ്. ഒരു തിയോഡലൈറ്റിൽ 2 വെർനിയേഴ്സും വെർനിയർ എയും വെർനിയർ ബിയും എടുത്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ എടുത്തിട്ട് അവരുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്ത് എററിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ഉണ്ട് നോക്കുക. ഇൻസ്ട്രുമെന്റൽ എറർ തന്നെയാണ് ആക്ച്വലി ഇതെല്ലാം. സോ ഒന്ന്, പ്ലേറ്റ് ലെവൽ ആക്സിസ് നോട്ട് ബീയിങ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. അതായത് പ്ലേറ്റ് ലെവൽ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ ആവണം. ആയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി, അപ്പം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ എടുക്കുന്ന റീഡിങ്സിൽ എറർ വരാം. സോ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ കറക്റ്റിംഗ് ബൈ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്താണ് ഹൊറിസോണ്ടൽ ആക്സിസ് നോട്ട് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ് ആവുകയാണെങ്കിൽ, അത് സ്പാർ ടെസ്റ്റ് അല്ലെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പാർ ടെസ്റ്റ് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, taking the average of observations on face left and face right. Face left and face right observations നമ്മൾ എടുക്കണം. അടുത്തത് line of collimation not perpendicular to taking to horizontal axis ആണെങ്കിൽ എന്താ, സെയിം face left and face right observations എടുക്കണം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, face left ഉം face right observations എടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ ആക്സിസിനെ വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്കാൻ പറ്റും, ലൈൻ ഓഫ് കോളിമേഷനെയും ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്കാൻ പറ്റും. ഇത് രണ്ടും. ആൻഡ് ഫൈനലി എന്താണ്, എക്സെൻട്രിസിറ്റി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആക്സിസ്. ഓക്കെ, ഇന്നർ ആക്സിസ് ഔട്ടർ ആക്സിസ് അതെന്താണ്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നമ്മൾ ടെലസ്കോപ്പിന്റെ പാർട്ടുകൾ കാണിച്ചു തരാം. ഇത് ഒരു ടെലസ്കോപ്പിന്റെ അല്ല, നമ്മുടെ തിയോഡലൈറ്റിന്റെ ഒരു പാർട്ടാണ്. ഈ പാർട്ടിൽ കണ്ട ഇത്രയും ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര് ലെവലിംഗ് ഹെഡ്. ആൻഡ് ഇതാണ് അപ്പർ പ്ലേറ്റ് ആൻഡ് ഇതാണ് ലോവർ പ്ലേറ്റ്. ഓക്കെ, അപ്പം ഈ അപ്പർ പ്ലേറ്റിനെ നമ്മൾ നാണ്ട സെന്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു വെർട്ടിക്കൽ പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സ്പിൻഡിൽ. ആൻഡ് ഈ ലോവർ പ്ലേറ്റിന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്, ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സ്പിൻഡിൽസും എന്താണ്, അതായത് ഇന്നർ സ്പിൻഡിലിന്റെ സെന്ററിലൂടെ ആക്സിസ് ഇന്നർ ആക്സിസ്, ഔട്ടർ സ്പിൻഡിലിന്റെ സെന്ററിലൂടെ ആക്സിസ് ഔട്ടർ ആക്സിസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ടും ഒരു ആക്സിസ് അല്ലേ? അല്ല, കാരണം നമുക്ക് ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് മാത്രം, അതായത് ലോവറിൽ നിന്നും അപ്പറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പർ മാത്രം മൂവ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ബിടെക്കിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ടെലസ്കോപ്പിന്റെ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്, ലോവർ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്. നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂവും അപ്പർ ക്ലാമ്പ് സ്ക്രൂവും ഒരുമിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിയോഡലൈറ്റ് അനങ്ങത്തില്ല. ഓക്കെ, ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതില് നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂ മാത്രം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്ട്രുമെന്റിനെ മൊത്തത്തിൽ എവിടെ നെബൌട്ടായിട്ട് ഈ ഒരു ലെവലിംഗ് ഹെഡ് അതുപോലെ തന്നെ ഇത്രയും പോർഷൻ അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ആൻഡ് അതിന് അബൌട്ടായിട്ട് തന്നെ ഇത്രയും പോർഷൻ മുകളിലേക്ക്, ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ റീഡിങ്ങിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. ഓക്കെ, അതേസമയം ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് അപ്പർ ക്ലാമ്പ് സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്തിട്ട് കറക്കി കഴിഞ്ഞാൽ എന്താ മാറുന്നത്, അപ്പർ പോർഷൻ മാത്രമേ, അതായത് ഈ പോർഷൻ ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, ഈ ഒരു ലോവർ പ്ലേറ്റ് ഒക്കെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഇവിടെ നിന്ന് മുകളിലേക്കുള്ള പോർഷൻ മാത്രം മൂവ് ചെയ്യും. അപ്പൊ റീഡിങ് ചേഞ്ച് ആവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ പിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇന്നർ ആക്സിസും ഔട്ടർ ആക്സിസും ഉണ്ട്. കാരണം ഇവിടെ ലോവർ പോർഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ മൂവ് ചെയ്യുന്ന എന്താണ്, രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. പക്ഷെ അപ്പർ പോർഷൻ മാത്രം, അതായത് ഇന്നർ സ്പിൻഡിലിനും ഔട്ടർ സ്പിൻഡിലിനും എന്താണ്, രണ്ട് ആക്സിസുകളാണ് മെയിൻ ആയിട്ട്, ഇന്നർ ആക്സിസും ഔട്ടർ ആക്സിസും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, ഈ ഒരു ആക്സിസിന്റെ കേസ് ആണ്. അപ്പൊ നമ്മുടെ വാട്ട് എറർ ഇസ് എലിമിനേറ്റഡ് ബൈ റീഡിംഗ് ബോത്ത് വെർനിയേഴ്സിന്റെ തിയോഡലൈറ്റ്. ഏതാണ്, എക്സെൻട്രിസിറ്റി എറർ ആണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ആ എക്സെൻട്രിസിറ്റി എങ്ങനെ വരുന്നു എന്നാണ് പറയാൻ വന്നത്. അതായത് ഇന്നർ ആക്സിസും ഇന്നർ സ്പിൻഡിലും, അതായത് ഇന്നർ സ്പിൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, അതിന്റെ മുകളിൽ ഇങ്ങനെ അപ്പർ പ്ലേറ്റ് പോവുകയാണ്. അതിന് താഴത്തെ ലോവർ പ്ലേറ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ താഴത്തെ ലോവർ പ്ലേറ്റ് ഇങ്ങനെ വന്നു ഔട്ടർ സ്പിൻഡിലേക്ക് കണക്ട് ആവണം. അപ്പം ഈ ഇന്നർ സ്പിൻഡിലിന്റെ ആക്സിസിനും ഔട്ടർ സ്പിൻഡിലിന്റെ ആക്സിസിനും പരസ്പരം ചെറിയൊരു വേരിയേഷൻ, അതായത് ഇൻസ്ട്രുമെന്റൽ എറർ ആണ് ആക്ച്വലി അത് വരാം. അപ്പൊ ആ ആക്സിസുകൾ നമ്മൾ ആ ഒരു വേരിയേഷനെ വിളിക്കുന്ന പേരാണ് എക്സെൻട്രിസിറ്റി. സോ അങ്ങനെ വരുന്നതാണ് എക്സെൻട്രിസിറ്റി എറർ. നമ്മൾ എന്താണ്, രണ്ട് റീഡിങ്സും, അതായത് രണ്ട് വെർനിയറിലെ റീഡിങ്സ് എടുക്കുന്നതിലൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്കെയിൽ പ്ലേറ്റ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് നോൺ ആസ്. സ്കെയിൽ പ്ലേറ്റ് അല്ലേ, അപ്പം ശരിക്കും ഞാൻ പറഞ്ഞു അപ്പർ പ്ലേറ്റ് ഉണ്ട് ലോവർ പ്ലേറ്റ് ഉണ്ടെന്ന് അല്ലേ. അപ്പൊ അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റ് ഉണ്ട്, ഇതിൽ ഏതിനാണ് സ്കെയിൽ പ്ലേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മുടെ അപ്പർ പ്ലേറ്റിൽ എന്താ ഉള്ളത്, അപ്പർ പ്ലേറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് വിളിക്കുന്നത്, അപ്പർ പ്ലേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെർനിയർ പ്ലേറ്റ്. ഓക്കെ, അപ്പർ പ്ലേറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് വെർനിയർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ പ്ലേറ്റ് എന്താണ്, വെർനിയർ പ്ലേറ്റ്. അടുത്തത് ലോവർ പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് സ്കെയിൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ പ്ലേറ്റ് സ്കെയിൽ പ്ലേറ്റ്. അപ്പൊ സ്കെയിൽ പ്ലേറ്റ് എന്താണ്, ലോവർ പ്ലേറ്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കുക,
The angle is measured 2 or more times by allowing the vernier to remain clamped each time at the end of each measurement instead of setting it back at 0 when sighting at the previous station. അതായത് ഒരു ആംഗിൾ തന്നെ എന്താണ് 2 or more times നമ്മൾ എന്ത് ചെയ്യുന്നു റീഡ് ചെയ്യുവാണ് എന്താണ് സീറോയിലേക്ക് എത്താതെ തന്നെ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ വീണ്ടും വീണ്ടും ആംഗിൾ മെഷർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാണ് അതിനെ വിളിക്കുന്ന പേരാണ്. അതായത് ഈ ഒരു രീതിയിൽ കേട്ടോ 0 ഡിഗ്രിയിലാണ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ എന്താണ് റീഡിങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത ഈ ഒരു ബിയിലേക്ക് നോക്കി 30 ഡിഗ്രി കിട്ടി. പിന്നെന്താണ് വീണ്ടും നമ്മൾ നോക്കുന്നു അത് മാറ്റാതെ തന്നെ, അതായത് 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രിയിലേക്ക് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതായത് റീഡിങ് ചേഞ്ച് ആവാതെ വെച്ചു. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് മെയിൻലി ഒരു അപ്പർ പ്ലേറ്റും ഉണ്ട്, ഒരു ലോവർ പ്ലേറ്റും ഉണ്ട്. അപ്പൊ ഈ അപ്പർ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട്, അതാണ് അപ്പർ ക്ലാമ്പ് സ്ക്രൂ. ലോവർ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട്, അതാണ് ലോവർ ക്ലാമ്പ് സ്ക്രൂ. ഓക്കെ, അപ്പൊ ഈ ലോവർ ക്ലാമ്പ് സ്ക്രൂവും അപ്പർ ക്ലാമ്പ് സ്ക്രൂവും കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് എന്താണ് താഴെ ഇരിക്കുന്ന ഇതിപ്പോ ലോവർ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ലോവർ പ്ലേറ്റില് ലോവർ പ്ലേറ്റ് ഇല്ല, ലെവലിംഗ് ഹെഡിന് ഇരുന്നുകൊണ്ട് ഇത് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും, റീഡിങ് ചേഞ്ച് ആവത്തില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ലോവർ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്തിട്ട് അപ്പർ സ്ക്രൂ മാത്രം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ പ്ലേറ്റ് അങ്ങനെ ഇരിക്കും, അതിന്റെ മുകളിലൂടെ അപ്പർ പ്ലേറ്റ് ചേഞ്ച് ആവും, മീൻസ് എന്താണ് റൊട്ടേറ്റ് ചെയ്യും. അപ്പർ പ്ലേറ്റ് എപ്പോൾ അനങ്ങുന്നോ അന്നേരം മുതൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഗ്രാജുവേഷൻ ചേഞ്ച് ആവുന്നു. ഓക്കെ, അപ്പൊ കാരണം എന്താണ് അപ്പർ പ്ലേറ്റിലാണ് മെയിൻ സ്കെയിൽ ഇരിക്കുന്നത്. അപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പം ആ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ പ്ലേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് വെർനിയർ പ്ലേറ്റ്. അപ്പൊ ഇതില് ലോവർ പ്ലേറ്റിലാണ് നമ്മുടെ മെയിൻ സ്കെയിൽ ഇരിക്കുന്നത്, അപ്പർ പ്ലേറ്റിലാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ ഇരിക്കുന്നത്. നമ്മുടെ വെർനിയർ സ്കെയിൽ ചേഞ്ച് ആവും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻസ് ചേഞ്ച് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ഗ്രാജുവേഷൻസ് ചേഞ്ച് ആയ 0 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലേക്ക് നമ്മൾ എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്താണ് ആ ആംഗിൾ കറക്റ്റ് 30 ഡിഗ്രി കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഇൻസ്ട്രുമെന്റിനെ തിരിച്ച് എവിടേക്ക് കൊണ്ടുവരണം, വീണ്ടും 0യിലേക്ക് കൊണ്ടുവരാതെ ആ ഇൻസ്ട്രുമെന്റിനെ എയിലേക്ക് ഡയറക്റ്റ് ചെയ്യിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലോവർ സ്ക്രൂ മാത്രം ലൂസ് ചെയ്യുന്നു, എയിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ലോവർ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഗ്രാജുവേഷൻ മാറത്തില്ല, ഇൻസ്ട്രുമെന്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ദി ഗ്രാജുവേഷൻ. സോ എയിലേക്ക് നോക്കി വീണ്ടും നമ്മൾ ലോവർ സ്ക്രൂ ടൈറ്റ് ചെയ്തു, അപ്പർ സ്ക്രൂ ലൂസ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ബിയിലേക്ക് നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വീണ്ടും 60 ഡിഗ്രി 30 ഡിഗ്രി വീണ്ടും ആഡ് ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒരു വട്ടം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണിത്. വീണ്ടും ഞാൻ അപ്പർ സ്ക്രൂ മുറുക്കി ലോവർ സ്ക്രൂ ലൂസ് ചെയ്തു, വീണ്ടും എയിലേക്ക് ഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് ലോവർ സ്ക്രൂ മുറുക്കി അപ്പർ സ്ക്രൂ ലൂസ് ചെയ്തു. അപ്പം അപ്പർ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക ഗ്രാജുവേഷൻസ് ചേഞ്ച് ആവാൻ പോവുകയാണ്. വീണ്ടും ഞാൻ ബിയിലേക്ക് നോക്കി, അപ്പൊ എനിക്ക് എന്ത് കിട്ടി, വീണ്ടും ഒരു 30 ഡിഗ്രി ആഡ് ആയി, എന്ന് വെച്ചാൽ 3 പ്രാവശ്യം. സോ 90/3 എത്രയാണോ അതായിരിക്കും നമ്മുടെ ആ ഒരു ഇൻക്ലൂഡ് ആംഗിളിന്റെ വാല്യൂ. ഇതാണ് നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ റെപ്പറ്റേഷൻ മെത്തേഡ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An axis about which the telescope can be rotated in a horizontal plane is called. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഏതാണ്, ഇങ്ങനെ അല്ലെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും, വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും അല്ലെ. സോ വെർട്ടിക്കൽ ആക്സിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The power of a telescope to form distinguishable image of objects separated by small angular distance is known as. അതിനെ വിളിക്കുന്നത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് കാണിക്കുക, സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പിന്നെ മറ്റേ മീൻസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ലെവലിംഗിലും തിയോഡലൈറ്റിലും ഒരുപോലെ വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അല്ലെ, ക്രോമാറ്റിസം, ക്രോമാറ്റിക് അബ്രാഷൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ ഡൗട്ടുകളും ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.